യൂണിസാണ് കട്ടമാളുടെ സെക്ഷനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. ഇപ്പൊ കട്ടമാളുടെ വർക്ക് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ നമ്മള് അതിന് വീതി പീസ് കട്ട് ചെയ്തിട്ട് ക്ലീറ്റ് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ നമുക്ക് കട്ടമാളിൻ്റെതായ ഒരു ആംഗിൾ വരുന്നുണ്ട്. അപ്പോ പക്ഷെ നമ്മൾക്ക് ഇപ്പൊ നമ്മളെ കേരളത്തിലൊന്നും കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഗ്ലേസിങ്ങിനോ അല്ലെങ്കിൽ അലുമിനിയം വർക്കിന് ചെയ്യണ പോലെ സാധാരണ ക്ലീറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ സൈഡിലും ക്ലീറ്റ് കൃത്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രെയിം ആക്കുന്നുണ്ട്. ഫ്രെയിം ആക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മൾ വിവരിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ചെറിയ സമയത്തിനുള്ളിലാണ് ഈ വീഡിയോ നമ്മൾ മേക്ക് ചെയ്യണത്. നമ്മുടെ ഫ്രെയിം ഫിറ്റിങ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാം. അപ്പോൾ കട്ടമാളി ചെയ്യാനായിട്ട് കട്ടമാളിൻ്റെ സെക്ഷൻ, റബ്ബർ, പ്രഷർ പ്ലേറ്റ്, കനോപ്പി, ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കട്ടമാള ചെയ്യാനായിട്ട് ആവശ്യം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ കട്ടമാളിന്റെ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് റബ്ബർ ഇടാം. പക്ഷെ ഞങ്ങളിപ്പോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സൗകര്യം ഉണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇടാനായിട്ട്. അപ്പൊ അടുത്തതായിട്ട് ചെയ്യുന്നത് റബ്ബർ ഇടുകയാണ്. അപ്പൊ റബ്ബർ നമ്മളെ ഈ ഗ്രൂവിന്റെ ഉള്ളിലേക്കാണ് റബ്ബർ ഇടുക. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഗ്രൂവിനുള്ളിലേക്കാണ് ഈ സൈഡിലും ഈ സൈഡിലുമാണ് ഇടുക. അപ്പോ വെർട്ടിക്കൽ വരണോടത്ത് രണ്ട് സൈഡിലും, ക്രോസ് വരണോടത്ത് ഈ ഒരൊറ്റ സൈഡിൽ മാത്രമാണ് റബ്ബറിന്റെ ആവശ്യം നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ റബ്ബർ ഇടാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഈ ഒരു ഗ്രൂവിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ റബ്ബർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ കയറും. അതിനുശേഷം കുറച്ച് നീർത്തി പിടിക്കുക. നീർത്തി പിടിച്ചിട്ട് ഒന്ന് ഒരു കൈ കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ ഈ റബ്ബർ ഈസി ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ആവുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ റബ്ബർ ഇടല്. അപ്പൊ നമ്മള് റബ്ബർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് പ്രഷർ പ്ലേറ്റ് കട്ട് ചെയ്യണം. പ്രഷർ പ്ലേറ്റ് കട്ട് ചെയ്യണത് വെർട്ടിക്കലിന്റെ കൃത്യം മെഷർമെന്റിനാണ് പ്രഷർ പ്ലേറ്റ് കട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ വെർട്ടിക്കൽ എത്രയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതേ അളവിലേക്ക് തന്നെയാണ് നമ്മൾ ഇതിന്റെ പ്രഷർ പ്ലേറ്റ് കട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ 127 360 ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊരു 160 കുറയ്ക്കാം. 127 180 ആയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രഷർ പ്ലേറ്റ് കട്ട് ചെയ്യുക. അപ്പൊ ഇതിന് 4 പ്രഷർ പ്ലേറ്റ് വേണം. 1 2 3 4. അപ്പൊ അടുത്തായിട്ട് അത് കട്ട് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഷർ പ്ലേറ്റിന്റെ റബ്ബറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ 4 ഇഞ്ച് ഹോളാണ് അടിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 2.5 അടി ഗ്യാപ്പിലാണ് ഈ ഹോൾ അടിച്ചിട്ടുള്ളത്. അത് നമ്മൾക്ക് ഇങ്ങനെ ഗ്ലാസ് ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ഇതിലേക്ക് വെക്കേണ്ടത്. ഇതിലേക്ക് വെക്കണം. അപ്പൊ സൈഡിൽ വരുന്ന പീസിന് ഇവിടെ മാത്രമേ ഗ്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ഈ സൈഡിൽ ഗ്ലാസ് ഇല്ല. അപ്പൊ ഇത് സ്ക്രൂ ചെയ്യുമ്പോൾ തെറ്റി ഇപ്പുറത്തേക്ക് മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പീസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ACPയുടെ പീസ് ഇതിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് കറക്റ്റ് സ്ക്രൂ ചെയ്യുമ്പോൾ ഈ രീതിയിലേക്ക് ഇരിക്കും. കട്ടമാളുടെ ഫ്രെയിം നമ്മൾ സ്പേസിൽ ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലാസ് ഇടാനുള്ളതാണ് പരിപാടി അടുത്തത്. ഇപ്പോൾ ഗ്ലാസ് 11.3 സൈസ്. ഇപ്പോൾ ഗ്ലാസ് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അത് ഗ്ലാസ് ആ പോർഷനിലേക്ക് വെക്കൽ. അടുത്തതായിട്ട് നമ്മൾ കട്ട് പീസ് പിടിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ കട്ട് പീസാക്കിയിട്ടാണ് ഇത് ആദ്യം പിടിപ്പിക്കുക പ്രഷർ പ്ലേറ്റ്. അതിനുശേഷം നമുക്ക് വലിയ പീസാക്കാം. അപ്പൊ 2 ഗ്ലാസ് നമ്മൾ കട്ടമാളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ടമാളിന്റെ ഗ്ലാസ് അളവ് എടുക്കുന്നത് നമ്മൾ ഈ ഗ്രൂവിൽ നിന്ന് ആ ഗ്രൂവിലേക്ക് ഇൻസൈഡ് 1/2 ഇഞ്ചാണ് എടുക്കുക. അങ്ങനെ നമ്മൾ 2 ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ് സെറ്റ് ചെയ്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് അടിഭാഗത്ത് കട്ട് പീസ് അടിച്ച് നിർത്തുകയാണ്. പിന്നെ നമ്മൾ അടിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള പീസ്. അതിപ്പോ നമ്മൾ റബ്ബറൊക്കെ ഇട്ട് പ്രഷർ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ട് അത് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള പീസ് നമുക്ക് ഫുൾ സൈസ് അടിക്കാം. നമ്മള് പ്രഷർ പ്ലേറ്റിന്റെ സ്ക്രൂ കൃത്യം ഈ ഗ്രൂവിനുള്ളിലേക്ക് ഇതിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങോട്ടോ വരാൻ പാടില്ല. ഈ ഒരു ഗ്രൂവിയുടെ ഉള്ളിലേക്കായിരിക്കണം കൃത്യം സ്ക്രൂ വരേണ്ടത്. നമ്മൾ സെൽഫ് സ്ക്രൂ ആണ് 1.5 ഇഞ്ചിന്റെ ഉപയോഗിക്കണേ. അപ്പൊ നമുക്ക് പ്രഷർ പ്ലേറ്റ് വെക്കാം. അപ്പോ പ്രഷർ പ്ലേറ്റ് കൃത്യം മെഷർമെന്റിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1.5 ഇഞ്ചിന്റെ സെൽഫ് സ്ക്രൂ ഈ ഗ്രൂവിലേക്ക് കയറാവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് ഒന്ന് അടിക്കേണ്ടതാണ്. ഒരു ആവറേജ് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ 3 ഗ്ലാസും ഇട്ട് വെച്ചേക്കാണ്. അപ്പോ അവിടെയും 3 സൈഡിലായിട്ട് നമ്മൾ പ്രഷർ പ്ലേറ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലെ പ്രഷർ പ്ലേറ്റ്. അപ്പൊ ഈ പ്രഷർ പ്ലേറ്റ് അടിക്കുമ്പോൾ ഒരു ചെറിയ കാര്യമുണ്ട്. കാരണം ഈ സൈഡിൽ ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഇത് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് ഈ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മളെ ഈ പ്രഷർ പ്ലേറ്റ് ചെരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതിന്റെ ACP വെച്ചിട്ട് ഇതിന്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രഷർ പ്ലേറ്റ് ഈ സൈഡിലേക്ക് അടിക്കാം. അപ്പൊ കൃത്യം ഈ ഗ്രൂവിലേക്ക് ചെയ്യാവുന്ന രീതിയിൽ പ്രഷർ പ്ലേറ്റ് അടിക്കാം.
മൂന്ന് ഗ്ലാസും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റിലെ പ്രഷർ പ്ലേറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടിഭാഗത്ത് കട്ട് പീസ് അടിച്ചിട്ടുണ്ട് പ്രഷർ പ്ലേറ്റിന്റെ, അത് നമ്മൾ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തിട്ട് ഫുൾ പ്രഷർ പ്ലേറ്റ് അടിക്കാം. ഇനി ഇത് റിലീസ് ചെയ്താലൊന്നും പ്രശ്നമില്ല. അപ്പൊ പിന്നെ റിലീസ് ചെയ്തിട്ട് ഹൈറ്റിലെ ഫുള്ള് പ്രഷർ പ്ലേറ്റ് അടിച്ചതിന് ശേഷമാണ് അടിഭാഗത്തെ പ്രഷർ പ്ലേറ്റിന്റെ കട്ട് പീസ് ഊരി എടുത്തിട്ട് ഫുൾ സൈസ് അടിക്കേണ്ടത്. അടിഭാഗത്തെ പ്രഷർ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ പ്രഷർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അടിക്കുന്നത് കനോപ്പിയാണ്, കവർ ക്യാപ്പ് എന്നും കൂടി പറയും. ഇതാണ് ആ സാധനം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കനോപ്പി സൈഡിലേക്ക്, അതായത് പ്രഷർ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഒരു ക്ലിപ്പ് മോഡലാണ്, അത് അങ്ങോട്ട് വീഴുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ പ്രഷർ പ്ലേറ്റ് അടിച്ച് ഇതിന് ശേഷം എല്ലാ കവർ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ വർക്ക് കട്ടമാളിലെ ഫിനിഷ് ആവുന്നതായിരിക്കും. അതിനുശേഷം കവർ ക്യാപ്പും ഗ്ലാസും തമ്മിലുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അതിലൊന്ന് സിലിക്കോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.